ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള 2 ലെമൺ കേർഡ് കേക്ക്സ് ആണിത്. ഒന്ന് നൈനയ്ക്കും മറ്റേത് ആതിരയ്ക്കും ചെയ്തായിരുന്നു. നൈന ഫസ്റ്റ് ടൈം ആയിരുന്നു പർച്ചേസ് ചെയ്യുന്നത്. ആതിര മുമ്പും കേക്ക്സ് വാങ്ങിയിട്ടുണ്ട്. ലെമൺ കേർഡ് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫ്ലേവറായി മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പം ഈയിടെയായിട്ട് വാങ്ങിക്കാറുണ്ട്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ലെമൺ കേർഡിനെ പറ്റിയിട്ട് നമ്മുടെ പേജിലാണ് ആദ്യമായിട്ട് കേൾക്കണമെന്നുള്ളത്. വാസ്തവത്തിൽ ഗ്ലോബലി തന്നെ നല്ല അക്സെപ്റ്റൻസ് ഉള്ള ഫ്ലേവേഴ്സിൽ ഒരെണ്ണമാണ് ലെമൺ കേർഡ്. പിന്നെ നമ്മൾ മലയാളീസ് പൊതുവേ ലെമൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെമൺ കേക്ക് ലെമൺ കേർഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇത് ഭയങ്കര പുളിയായിരിക്കുമോ, ഇത് നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. പക്ഷേ അത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ അഭിപ്രായം മാറി, ആ ഒരു സംശയമൊക്കെ മാറിക്കിട്ടും. റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഫ്ലേവർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അത് നമ്മുടെ ഒരു വെറും സംശയം മാത്രമായിരുന്നു എന്നുള്ളത്. എനിക്ക് പണ്ട് തൊട്ടേ ഈ ഒരു രുചി ഇഷ്ടമുള്ളതാണ്, ഈ ടാങ്കിനെസ്. ഞാൻ ഈ മാംഗോ ബൈറ്റിൻ്റെയൊക്കെ സ്വന്തം ആളായിരുന്നു. അതുപോലെ നാരങ്ങ വെള്ളം, അങ്ങനെ മധുരവും പുളിയും കൂടെ ചേരുന്ന ആ ഒരു റോയൽ ബ്ലെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേർഡിൻ്റെ ആ ഒരു ലൈറ്റ് യെല്ലോ കളർ കൂടെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പിനെസ് ആണ്. സ്കൂപ്പ് ഓഫ് സൺഷൈൻ എന്നൊക്കെ പറഞ്ഞ മാതിരി. ബാക്ക് ടു ബാക്ക് ചെയ്തിട്ടുള്ള കേക്ക്സ് ആയതുകൊണ്ട് തന്നെ രണ്ടും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാനുള്ള കഠിന ശ്രമം എൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ ഈ ഒരു നോസിൽ ഉപയോഗിക്കാറില്ല അങ്ങനെ, പക്ഷേ ഇതൊക്കെ എടുത്തൊന്ന് മാറ്റി പിടിക്കാൻ നോക്കി. ഒരു ഡിസൈൻ ഒന്ന് വെറൈറ്റി കൊണ്ടുവരണമല്ലോ. പിന്നെ നൈനയ്ക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ തീമിലുള്ള ഒരു കേക്കായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ യെല്ലോ എന്താണെങ്കിലും നമ്മുടെ കേർഡ് യെല്ലോ ആണ്. ഇനി പച്ച നിറത്തിന് ഞാൻ എവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കുറച്ചിനും ഫ്രിഡ്ജ് തുറന്ന് ഞാൻ നോക്കി ഇതിനകത്ത് വല്ലതും ഉണ്ടോ. പിന്നെ കിച്ചണിൽ ചെറുപയർ ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് വെച്ച് പിടിച്ചാലോ എന്നൊക്കെ ഓർത്തു. പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നേരെ ബാൽക്കണി തുറന്നിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പില അങ്ങ് എടുത്തു. അപ്പോൾ മോള് ചോദിക്കുമായിരുന്നു, ഇനിയിപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് കറിവേപ്പില വെച്ചിട്ടാണോ കേക്ക് ഉണ്ടാക്കാൻ പോണേ എന്നുള്ളത്. ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അത് ആലോചിച്ച് കണ്ടുപിടിക്കണമെന്നും ഒരു ത്രില്ലുള്ള കാര്യമാണ്. കേക്കിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ശേഷം പുറത്തുനിന്ന് ഒരു കളർ എടുത്തിട്ട് അതിനെ ഭംഗിയാക്കുക എന്ന് പറയുമ്പോൾ എന്തോ എനിക്കങ്ങോട്ട് അത് പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നൈനയ്ക്ക് വേണ്ട മാതിരി യെല്ലോ ആൻഡ് ഗ്രീൻ തീമിൽ ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആതിരയ്ക്കുള്ള കേക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, അത് ലെമൺ തന്നെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ 2 കേക്കും ഒന്ന് കാണുമ്പോൾ ഉള്ള ലുക്കിലൊന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.